തിരുവനന്തപുരം ചിറയിൻ കീഴിൽ വയോധികനും പാമ്പ് കടിയേറ്റുവെന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. പെരുംകുഴി സ്വദേശി ഭുവനചന്ദ്രനാണ് കടിയേറ്റത്. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയോ? ആരോഗ്യനില എങ്ങനെയുണ്ട്? കൂടുതൽ വിവരങ്ങൾ. അനുജ, ഇന്ന് രാവിലെയാണ് വീണ്ടും തിരുവനന്തപുരത്ത് ഒരു പാമ്പ് കടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചിറയിൻ കീഴിലാണ് സംഭവം നടന്നിരിക്കുന്നത്. പെരുങ്കുഴി സ്വദേശി ഭുവനചന്ദ്രൻ, 64 വയസ്സാണ് ഇദ്ദേഹം. ചിറയിൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം ഇദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ചിറയിൻ കീഴിൽ 8 വയസ്സുകാരനും പാമ്പ് കടിയേറ്റ് മരണം സംഭവിച്ചത്. അന്ന് താലൂക്ക് ആശുപത്രിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം, ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നതാണ്. സംസ്ഥാനത്ത് പാമ്പ് കടി ഏൽക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. 2018-19 കണക്ക് നമുക്കറിയാം. 123 പേരാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. അതിനുശേഷം ഈ സർപ്പ പദ്ധതിയൊക്കെ കൊണ്ടുവന്നു 2030ഓടുകൂടി പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവ് അല്ലെങ്കിൽ പൂജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ആ ഒരു പദ്ധതി സംസ്ഥാനത്ത് വനം വകുപ്പ് കൊണ്ടുവന്നത് 2020-ൽ. അതിനുശേഷം ഈ 2025-26 കണക്കുകൾ 13 മാത്രമാണ് മരണം സംഭവിച്ചത്. ആശ്വാസകരമായിട്ടുള്ള ഒരു എണ്ണമാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പാമ്പ് കടിയേറ്റവരുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ ആശങ്കയുണ്ട് എന്നാണ് വനം വകുപ്പ് പറയുന്നത്. ഇന്നലെ മാത്രം 2 പേർ പാമ്പ് കടിയേറ്റ് മരിച്ചു. ഇന്നലെ ആലപ്പുഴയിൽ 20ഓളം പേർക്ക് കടിയേറ്റു. തിരുവനന്തപുരത്ത് 4 മണിക്ക് ശേഷം 5 പേർക്ക് കടിയേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ആരോഗ്യ വകുപ്പ് ആശുപത്രികളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയെന്ന് പറയുമ്പോഴും KGMO രൂക്ഷമായിട്ടുള്ള വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ആവശ്യത്തിന് മരുന്നുകളും കിടക്കകളൊക്കെ ഉണ്ടെങ്കിലും ഡോക്ടർമാരുടെ ഒരു എണ്ണത്തിൽ കുറവ് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഉയർന്നു വരുന്ന ആരോപണം. അനുജ, ചിറയിൻ കീഴിലാണ് വയോധികന് പാമ്പ് കടിയേറ്റിയെന്ന വാർത്ത. അതിനിടെ കോഴിക്കോട് അങ്കണവാടി വളപ്പിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടിയെന്ന വാർത്തയും വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.